എന്തൊക്കെ പറഞ്ഞാലും നാളത്തെ ശിവന്റെ പത്രസമ്മേളനം കൊണ്ട് നമുക്ക് ദോഷമല്ലാതെ ഗുണമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ചേച്ചി എന്തായി പറയുന്നത്? അലക്സാണ്ടർ പേട്ടയുടെ യഥാർത്ഥ മുഖം നാളെ പുറം ലോകം അറിയാൻ പോകുന്നത്. അയാളുടെ കുടുംബത്തിന്റെ ചീഞ്ഞു നാറിയ കഥകളും. അത് തന്നെ എനിക്ക് പേടി. നമ്മളെ അലക്സാണ്ടർ ചതിച്ചതാണെന്നും ആലീസ് ഗർഭിണിയാണെന്നും അതിന് ഉത്തരവാദി താനാണെന്നും ശിവൻ പറഞ്ഞ പിന്നെ അലക്സാണ്ടർ വെറുതെ ഇരിക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ ഇനി ഇങ്ങനെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല ചേച്ചി. ഒരായുസല്ല 10 ആയുസ് അനുഭവിക്കാനുള്ളത് നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു. ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്ക്. ആത്മഹത്യക്ക് ശ്രമിച്ച ചേച്ചിയെ കണ്ടെത്താൻ ഞാൻ അല്പം ഒന്ന് താമസിച്ചിരുന്നെങ്കിൽ എന്റെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കാൻ ഈ ചേച്ചി ഉണ്ടാവുമായിരുന്നോ? എല്ലാം ശരി തന്നെ മോളെ. പക്ഷെ ഇത് വീണ്ടും കൂടുതൽ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയുള്ളൂ. അയാൾ ഇനി പുതിയ ചതിപ്രയോഗങ്ങളായിട്ട് വരും. ഇനിയും ഏറ്റുവാങ്ങേണ്ട ദുരന്തങ്ങൾ എന്താണെന്ന് ഓർക്കുമ്പോ ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. ഇപ്പൊ അലക്സാണ്ടർ പേട്ടയോട് എതിരിടാൻ, അയാളെ തളയ്ക്കാൻ നമുക്കും ആൾക്കാരുണ്ട്. നീ ആരെയും ഉദ്ദേശിക്കുന്നത്? കിച്ചുവിനെയും ശ്രീയേയും തന്നെ. അവര് നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര നിസ്സാരക്കാരല്ല. അലക്സാണ്ടർ പേട്ടയോട് എതിരിടാൻ മാത്രം ശക്തരാണ് അവരെന്നാണോ നീ വിശ്വസിക്കുന്നത്? തീർച്ചയായും. പ്രത്യക്ഷമായും പരോക്ഷമായും അവരേറ്റുമുട്ടും. അവരോടൊപ്പം ഞാനും ഉണ്ടാവും. അലക്സാണ്ടർ പേട്ടയുടെ നാശത്തിന് ആരംഭമായെന്ന് എന്റെ മനസ്സ് പറയുന്നു. നാളത്തെ പത്രസമ്മേളനം അതിന്റെ ഒരു തുടക്കം മാത്രമായിരിക്കും.